അപ്പോൾ എല്ലാവർക്കും വണക്കം. തമിഴ്നാട്ടിലാണ്, രാജപാളയം ഗവൺമെൻറ് ആശുപത്രി. ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. എഴുന്നേറ്റപ്പോൾ തന്നെ സമയം ലേറ്റായി, കാരണം വെളുപ്പിനാണല്ലോ വന്നത്. അപ്പം അടുത്ത തന്നെ നമുക്കൊരു ചായ അടിക്കണം. അതുകൊണ്ട് നേരെ ഒരു ചായക്കട ലക്ഷ്യമാക്കി പോകുക കേട്ടോ. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്, അറിയാലോ. അങ്ങനെ നമ്മുടെ തമിഴ്നാട്ടിലൊരു അണ്ണൻ്റെ ചായക്കട നിർത്തി. അപ്പോൾ കഴിക്കാനായിട്ട് നമ്മൾ പൊങ്കലാണ് പറഞ്ഞത് കേട്ടോ. പൊങ്കലും വടയും സാപ്പിട്ട് അവിടുന്ന് മെല്ലെ ഈ പ്രകൃതി മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നേരെ തിരിച്ച് കേരളത്തിലേക്ക് വരികയാണ്. വരുന്ന വഴിക്ക് നമ്മളെ അണ്ണൻ്റെ സ്റ്റിക്കർ അടിക്കാൻ വേണ്ടി നമ്മൾ കടയിൽ കയറി. തളപതിയുടെ സ്റ്റിക്കർ കേരളത്തിൽ കിടക്കല இந்த സ്റ്റിക്കർ அதுக்காக நான் തമിഴ്നാട്ടിലേക്ക് പോയിട്ട് അടിച്ചു. നമ്മൾ അത്രയും പെരിയ ഫാൻ താ. അങ്ങനെ തളപതി വിജയണ്ണയുടെ സ്റ്റിക്കർ, CM-ൻ്റെ സ്റ്റിക്കർ വണ്ടിയിൽ പതിപ്പിച്ചു. അതിനുശേഷം ഞാൻ തമിഴ്നാട് വഴി വരുമ്പോൾ വളരെ ബഹുമാനമായിരുന്നു എല്ലാവരും. കേരള വണ്ടി പാത്തിട്ട് അണ്ണാ നിങ്ങൾ ரொம்ப തളപതി ഫാനാ അങ്ങനെല്ലാം കേട്ടു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിങ്ങനെ പോകുന്നോണ്ടിരിക്കുക കേട്ടോ. ചില സ്ഥലത്ത് നല്ല മഴയുണ്ടായിരുന്നു, ചില സ്ഥലത്ത് മഴ മാറി വെയിലായി. എങ്കിലും നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. തമിഴ്നാട് നമുക്ക് എന്തായാലും റിട്ടേൺ കിട്ടില്ല എന്നറിയാലോ. ഞാൻ ഈ ട്രിപ്പ് ഊബറിലാണ് പോയത്, അതുകൊണ്ട് തമിഴ്നാട് റിട്ടേൺ കിട്ടില്ല, കേരളത്തിൽ വരണം. അതായത് പുനലൂർ വന്നാൽ നമുക്ക് അവിടെ തിരിച്ച് കിട്ടും എന്തായാലും. അങ്ങനെ ഞാനിങ്ങനെ ഒറ്റയ്ക്കുള്ള ഒരു എന്താ പറയുക യാത്രയിൽ ഒരു സ്ഥലത്ത് നിർത്തി. അവിടുത്തെ ചോളത്തിൻ്റെ ഒരു ഫാമാട്ടോ. അപ്പോൾ അതെല്ലാം നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെയും നമ്മൾ നേരെ കേരളത്തിലെത്തി കേട്ടോ. കേരളത്തിലെത്തി മീൻസ് കേരള ബോർഡർ എത്തിയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി കഴുകാൻ വേണ്ടി നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ അവിടെ നിർത്തി. അങ്ങനെ വണ്ടിക്കകത്ത് ബക്കറ്റൊക്കെ എടുത്ത് വണ്ടിയെ നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യിപ്പിക്കുകയാണ്. കാരണം ഈ മഴയത്ത് കഴുകിയിട്ടും കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന പോലെ. പക്ഷെ എന്നാലും എനിക്ക് എപ്പോഴും വണ്ടി വൃത്തിയായില്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയാണ്. അങ്ങനെ ഞാൻ എന്താ പറയുക അതിലെ ബക്കറ്റ് വെള്ളം എടുത്ത് തണുത്ത വെള്ളം കേട്ടോ വണ്ടിയെ കുളിപ്പിച്ചു. അപ്പോൾ അതിലേ പോകുന്നവരൊക്കെ ഇങ്ങ് നോക്കുന്നുണ്ട്, ഇത് ആരാണ് വട്ടനായി മഴക്കാലത്ത് വണ്ടി കുളിപ്പിക്കുന്നതായിരിക്കും. അത് പറയുന്നവരെന്തുകൊണ്ട് പറഞ്ഞോട്ടെ, പക്ഷെ എനിക്ക് വൃത്തി മുഖ്യം ബിഗിലേ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ കുളിപ്പിച്ച് അവിടുന്ന് വീണ്ടും നമ്മൾ പുനലൂർ ഭാഗത്തേക്ക് പോകട്ടോ. കാരണം ഇനി പുനലൂർ ഭാഗത്ത് ചെന്നിട്ട് അവിടെ നമുക്ക് എവിടെ സ്റ്റേ അടിക്കണം. അപ്പോൾ എന്നിട്ട് പിറ്റേ ദിവസം ട്രിപ്പ് എടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. മഴ എന്ന് പറഞ്ഞാലും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കേരളത്തിലേക്ക് കയറിയട്ടാ. നമ്മളിപ്പോൾ കേരളത്തിലെത്തി. അതിൻ്റെ പ്രകൃതി ഭംഗിയും തമിഴ്നാടിൻ്റെ പ്രകൃതി ഭംഗിയും തമ്മിൽ വ്യത്യാസം കണ്ടോ. കേരളത്തിലൊരു ഭയങ്കര ഒരു മഞ്ഞും തണുപ്പും. തെന്മല ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. തെന്മല ഭാഗത്തൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ തന്നെ നമ്മുടെ അലങ്കാരമായ KSRTC ഇതാ മുന്നോട്ട് പോകുന്നു. KSRTC തൊട്ട് പുറകെ തന്നെ. പിന്നെ മിക്ക സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ ഈ ഒരു സംഭവം. ഇതിൻ്റെ മോട്ടോർ ട്രെയിൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ വീണ്ടും കാണും. താങ്ക് യു, ബൈ.